എനിക്കത് റോജിം ഒരുപക്ഷെ നമ്മൾ ഈ ആകെ കൂടെ നമ്മുടെ മന്ത്രിമാരെയൊക്കെ പരിശോധിക്കാൻ വേണ്ടി നല്ലൊരു ടീമാണ് നിങ്ങൾ. നമുക്കത് ആദ്യമേ പറയാൻ തോന്നുന്നു. കാരണം ഇതെങ്ങനെ പ്രവർത്തിക്കുന്നുള്ളത് നമ്മൾ പ്രസംഗമല്ലല്ലോ. പ്രവൃത്തിയും സാഹചര്യവും ഒരുപക്ഷെ രാഷ്ട്രീയ കാലാവസ്ഥയും ഒക്കെ കാര്യമായിരിക്കും. ഇത്രയും ഒരുപക്ഷെ പൊതുപ്രവർത്തനത്തിലുള്ള പരിചയവും പിന്നെ ഈ ജനങ്ങളുടെ മുമ്പിൽ ഒരുപാട് തവണ പല കാര്യങ്ങളിലായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടുള്ള ജനങ്ങളുമായിട്ട് ഇഴകിച്ചേർന്ന് നടക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ മന്ത്രിസഭയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോജിം ജോണിൽ തന്നെ ഞാൻ എത്ര സ്ഥലങ്ങൾ വെച്ചാൽ കണ്ടിട്ടുള്ളത്. കല്യാണമായാലും ചാക്കാലായാലും ഒരുപാട് സ്ഥലങ്ങളിൽ സാധാരണ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ഇപ്പം യഥാർത്ഥത്തിൽ ശരിക്കും ജനങ്ങൾക്ക് താങ്കൾക്ക് അറിയുന്ന പോലെ ഞാൻ കേരളത്തിലൊരു 30 ദിവസം ഒരു യാത്ര നടത്തിയത് നിങ്ങളെ കണ്ടു കാണും. ഒരു SKN40 ഒരു ആൻറ്റി ട്രക്ക് ക്യാമ്പയിൻ വയനാട്ടിലൊക്കെ പോയി. ശരിക്കും ഞാൻ ഒരു ശീതീകരിച്ച മുറിയിൽ നിന്ന് പ്രോഗ്രാം പറയുന്ന ഒരാളാണ്, ന്യൂസ് വായിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ പല ആൾക്കാരെയും ഞാൻ ശരിക്കും എൻ്റെ ധാരണയെ മാറ്റി എഴുതപ്പെട്ടു ആ യാത്ര. അപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരും എപ്പോഴും ജനങ്ങളുടെ ഇടയിലാണ്. അപ്പോൾ നിങ്ങളെന്തായിരിക്കും കാര്യം? ജനങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വാർത്താ മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരം നിങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന അപകടം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സിദ്ദീഖ് എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് വരുത്തിയാൽ നമ്മൾ ചെറിയ അക്ഷരത്തിൽ എഴുതി കാണിക്കാമെന്ന് ചോദിച്ചപ്പം അടുത്ത ചാനൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ കാണിക്കും. ഉടനെ നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ വിടുവോ, നമ്മൾ മുണ്ടങ്ങ് മടക്കി കുത്തും. നമ്മൾ TV-ൻ്റെ പുറത്തിറക്കുന്ന അക്ഷരത്തിൽ എഴുതി കാണിക്കും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അങ്ങനെ അതങ്ങനെ തന്നെ. അല്ല, അത് മാത്രമല്ല സിദ്ദീഖ്, ഇതിനകത്ത് ഒരു തമാശ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ പേടി എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മത്സരം അങ്ങോട്ട് കൂടിയിട്ട് ഒരിടത്ത് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി, 4 പേര് മരിച്ചു 8 പേർക്ക് പരിക്ക് എന്നൊരു ചാനൽ എഴുതി കാണിച്ചാലേ ഈ ഒരു മരണം അങ്ങ് 5ആയിട്ട് എഴുതി കാണിക്കും ചിലപ്പോൾ. അപ്പോൾ ഒരാളോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ അവസാനം പ്രശ്നമാകത്തില്ലെന്ന് ചോദിച്ചു. പറഞ്ഞു, ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന ആളുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ കാലം പോകുന്നത്. അത് ഇതിൻ്റെ അപകടം എന്താ പറയുമ്പോൾ, പൊതുപ്രവർത്തകർക്ക് നേരെ എത്രയോ പേര് കണ്ണാടി പിടിക്കും. അതായിരിക്കും വെല്ലുവിളി. അല്ല, തീർച്ചയായിട്ടും. ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ മാധ്യമങ്ങളുടെ വലിയൊരു കോമ്പറ്റീഷൻ ഉണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഞങ്ങളുടെ നാട്ടിലെ ഒരു ക്ഷേത്രത്തിലൊരു ആനയടഞ്ഞു. ആനയടഞ്ഞു കഴിഞ്ഞപ്പം അവിടെ വന്ന പോലീസും അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ ആളുകളും ഒക്കെ പറഞ്ഞത്, ആളുകളുടെ സാമീപ്യം ആനയുടെ അടുത്ത് നിന്ന് എത്ര അകറ്റാൻ സാധിക്കുമോ അത്ര നല്ലതാണ്. അല്ലെങ്കിൽ ആളുകളെ കൂടുതൽ കാണുന്നതിനനുസരിച്ച് ആന കൂടുതൽ വയലൻ്റ് ആവും. പക്ഷേ ഞാൻ കണ്ട കാര്യം, മാധ്യമപ്രവർത്തകർ, ചാനൽ ക്യാമറാമാന്മാർ ഉൾപ്പെടെ മത്സരിക്കുകയാണ് എത്രയും ആനയുടെ അടുത്ത് പോയി അതിൻ്റെ വിഷ്വൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ര കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടുത്തെ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ജനങ്ങളുടെ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ വളരെ അധികമായിട്ട് സാധാരണക്കാർ അനുഭവിക്കുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. നമ്മളിവിടെ അതിദാരിദ്ര്യം ഇല്ലാത്ത കേരളം എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപനം നടത്തിയത് കൊണ്ട് കേരളത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചിട്ടില്ല. കേരളത്തിലെ സാധാരണക്കാർ നേരിടുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു തോന്നലാണ് ഒരു ഭരണമാറ്റം ഇവിടെ വേണമെന്ന് ജനങ്ങൾക്ക് തോന്നിയതും ജനങ്ങൾ അത്തരത്തിലൊരു വിധിയെഴുത്ത് വലിയ പ്രതീക്ഷയോടുകൂടി UDF-നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കണം. ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ ഇവിടെ നല്ലൊരു ടീമാണ്. ഇപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മോൻസ് ജോസഫ് സാറിനെ പോലെയും അതുപോലെ AP അനിൽകുമാറിനെ പോലുള്ള സീനിയർ ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഞങ്ങളെപ്പോലെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ നല്ലൊരു ടീമായിട്ട് ഇത് വന്നിരിക്കുന്നു. അപ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഈ ടീമിന് പ്രവർത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു മുഖ്യമന്ത്രിയുമാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ടീമിന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ ഞങ്ങളെപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞാനൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മളെപ്പോഴും എന്താ പറയുന്നത് 24/7 നമ്മൾ വാച്ച് ചെയ്യപ്പെടുകയാണ്, നമ്മൾ സ്കാൻഡാണ്. അപ്പോൾ നമ്മുടെ ജസ്റ്റേഴ്സ് പോലും നമ്മൾ കണ്ണിറുക്കിയാൽ പോലും അത് ചാനലുകൾ ഒപ്പിയെടുക്കുന്ന ഒരു കാലമാണ്. പിന്നെ അത് ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് വരാം, എഡിറ്റ് ചെയ്യാതെ വരാം, മ്യൂസിക് മുഖമായിട്ട് ഇറങ്ങുന്നൊന്നും ഇനിയുള്ള കാലത്ത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ അതിനകത്ത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വളരെ വിജയിക്കും. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ അതേ എപ്പോഴും ചിരിക്കുക അല്ലേ, എപ്പോഴും ചിരിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.